കനത്ത മഴയിൽ എറണാകുളം KSRTC സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. നവീകരണ പ്രവർത്തനം നടത്തിയിട്ടും കനത്ത മഴയിൽ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുകയാണ്. KSRTC സ്റ്റാൻഡിൽ നിന്ന് സഹിൻ ആന്റണി ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ ഒരു മഴയിൽ വലിയ വെള്ളക്കെട്ടില്ലാതെ രക്ഷപ്പെട്ടു, അതും വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും വെള്ളക്കെട്ടാണോ അവിടെ? തീർച്ചയായിട്ടും ഹർഷൻ, 1,10,00,000 രൂപയ്ക്ക് 4 മാസം മുൻപാണ് ഇവിടെ നവീകരണ പ്രവർത്തനം നടത്തിയതായി കാണുന്നത് പോലെ തന്നെ കാനയൊക്കെ നന്നായി പൊക്കി കെട്ടിയിരുന്നു. പക്ഷേ ആ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴി പോലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. KSRTC ബസ് സ്റ്റാൻഡിലെത്തുന്ന സാധാരണക്കാരായ മനുഷ്യർ ഈ ദുർഗന്ധം വമിച്ച വെള്ളത്തിൽ ചവിട്ടി വേണം ബസ്സിലേക്ക് കയറാനായിട്ട്. അത് നാട്ടുകാർ അനുഭവിക്കട്ടെ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അധികാരികളുടെയൊക്കെ മനസ്സിലുള്ളത്. എന്തായാലും കൃത്യമായി കാന ശുചീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാനോ അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഒരു മഴ പെയ്തപ്പോൾ തന്നെ, അത് ചെറിയൊരു മഴയായിരുന്നു പെയ്തത്, ആ മഴയിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് ആകമാനം വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മഴ ഏറെക്കുറെ 2-3 മണിക്കൂറായി മഴ പെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വെള്ളം ചെറിയ തോതിലൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ കാനയിലേക്ക് ഒറ്റയടിക്ക് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു നടപടിയും ചെയ്തിട്ടില്ല. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം, തൊട്ടടുത്തൊക്കെയായി ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളാണ്. ഒപ്പം തന്നെ മാലിന്യങ്ങൾ നിരവധിയുണ്ട്. ആ മാലിന്യ വെള്ളത്തിൽ ചവിട്ടി വേണം പൊതുവെ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും എടുക്കാതിരുന്നത് കൊണ്ടും ഈ നവീകരണ പ്രവർത്തനങ്ങളിലെല്ലാം നടത്തിയിട്ടും അതിൻ്റെ തുടർ നടപടികളിലേക്ക് അധികാരികൾ പോകാതിരുന്നത് കൊണ്ടുമാണ് ഈ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ പെയ്തിട്ട് 3-4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കുറേശ്ശെയായി പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും കാര്യമായി വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. 1,10,00,000 രൂപയ്ക്കാണ് 4 മാസം മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അന്ന് മന്ത്രിമാരടക്കം ഇവിടെ എത്തി പറഞ്ഞത് ഇനി KSRTC എറണാകുളം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകില്ല, ജനങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ജനം കാര്യമായി തന്നെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഹർഷൻ ഇപ്പോഴുള്ളത്.